ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഐ ആം നൗഫൽ, അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് ഇംഗ്ലീഷ്, KMMO അറബിക് കോളേജ്, തിരൂരങ്ങാടി. സോ നമ്മൾ ഇന്ന് ഇംഗ്ലീഷ് എക്സാമിന് യൂണിവേഴ്സിറ്റി ഡിഗ്രി എക്സാമുകൾക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ മാക്സിമം സ്കോർ ചെയ്യാം എന്നുള്ള ടിപ്സാണ് ഇന്ന് സംസാരിക്കുന്നത്. പലപ്പോഴും നമ്മൾ എക്സാമിൻ്റെ ആ ഒരു വാല്യുവേഷൻ്റെ സമയത്ത്, യൂണിവേഴ്സിറ്റി എക്സാം വാല്യുവേഷൻ്റെ സമയത്ത് സ്റ്റുഡൻസിൽ കാണുന്ന ചില ഫോൾട്ടുകൾ, അതായത് അവർക്ക് ടൈം മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ മാക്സിമം എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യാൻ കഴിയാത്ത സ്ഥിതിവിശേഷങ്ങൾ, ഇതൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സംക്ഷിപ്തമായിട്ടുള്ള വിവരണമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് നൽകുന്നത്. കാരണം BA BCom എക്സാമുകൾ നാളെയും മറ്റന്നാളുകളുമായിട്ട് യൂണിവേഴ്സിറ്റി എക്സാംസ് നടക്കുന്നു. അതിൽ എങ്ങനെ നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ആദ്യം ഞാൻ പറയാൻ പോകുന്നത് എക്സാമിൻ്റെ ഇടയിൽ, എക്സാം പേപ്പറിൽ നമ്മൾ എന്തൊക്കെ ചെയ്യരുത്. ഓക്കെ, ഒന്നാമത്തെ കാര്യം നമുക്കറിയാം, മാൾ പ്രാക്ടീസ് ചെയ്യരുത്. കൂടാതെ തന്നെ നമ്മൾ ചെയ്യരുതാത്ത കാര്യങ്ങൾ, അതായത് മാർക്സ് കുറയ്ക്കുന്ന കാര്യങ്ങളാണ്. ഒന്നാമത്തത് അവോയ്ഡ് മംഗ്ലീഷ്. ഓക്കെ, മംഗ്ലീഷിലുള്ള വാക്കുകൾ നമ്മൾ മാക്സിമം കുറയ്ക്കുക. എന്തായാലും ഒരു സമ്മറി ബേസിലൊക്കെ എഴുതുമ്പോൾ നമുക്ക് ചില വാക്കുകൾ 1.5 hour ആണെങ്കിൽ, എക്സാം ആണെങ്കിൽ, അല്ലെങ്കിൽ 2 hours ആണെങ്കിൽ, നമുക്ക് ചില വാക്കുകളുടെ മീനിങ് ഇംഗ്ലീഷിൽ ചിലപ്പോൾ കിട്ടാൻ, ഫോർ എക്സാമ്പിൾ പോരാടുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് സ്ട്രഗിൾ. അപ്പോൾ ചിലപ്പോൾ പോരാടുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് കിട്ടില്ലെങ്കിൽ ജസ്റ്റ് അവിടെ 2 or 3 ഡോട്ട്സ് ഇട്ട് വെക്കുക, അല്ലെങ്കിൽ ഡാഷ് ഇട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് സമയമുണ്ടെങ്കിൽ, അത് ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ പോരാടുക എന്നുള്ളത് ജസ്റ്റ് മംഗ്ലീഷിൽ എഴുതി വെക്കരുത് എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് അവോയ്ഡ് ടെക്സ്റ്റ് ലാംഗ്വേജസ്. നമ്മൾ വാട്സാപ്പിലും ഇൻസ്റ്റഗ്രാമിലും അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ ടെക്സ്റ്റ് ചെയ്യുന്നത് പോലെ നമ്മൾ ഒരിക്കലും അതിൽ നമ്മൾ എക്സാം പേപ്പറിൽ ഫോർമലായിട്ട് എഴുതണം. അതിൽ നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബ്രദർ എന്നുള്ളതിന് നമ്മൾ ബ്രോ എന്ന് എഴുതാറുണ്ട് ടെക്സ്റ്റ് ലാംഗ്വേജിന്. സോ മാക്സിമം ടെക്സ്റ്റ് ലാംഗ്വേജുകൾ നമ്മൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. സെക്കൻഡ് ബോണസ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ റിക്വസ്റ്റുകൾ മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഫെയിലാവും എന്ന് നമുക്ക് ഒരു ആശങ്കയുണ്ടെങ്കിൽ, ആ ആശങ്കയുടെ പുറത്ത് നമ്മൾ പലപ്പോഴും പ്ലീസ് പാസ് മീ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് മൈ ലാസ്റ്റ് അറ്റംപ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ടായിരിക്കും. സോ അതൊക്കെ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക, റിക്വസ്റ്റുകൾ ഒഴിവാക്കുക. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ബോണസ് മാർക്കോ അല്ലെങ്കിൽ ടീച്ചേഴ്സ് അത് മുഖവിലൊക്കെ എടുക്കുകയോ ചെയ്യാൻ സാധ്യത വളരെ മിനിമലാണ്. സോ അത് ഒഴിവാക്കുക എന്നുള്ളത് ഒരു ബോണസ് ടിപ്പാണ്. ഓക്കെ, നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നോൺ എലിജിബിൾ ലാംഗ്വേജിൽ എഴുതരുത്, ക്ലിയർ ആയിട്ട് എഴുതുക. ഇപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് മോശമാണെങ്കിൽ എല്ലാവരുടെ ഹാൻഡ് റൈറ്റിങ്ങും നന്നായിക്കോളണമെന്നില്ല, നമ്മൾ ഉള്ള ഹാൻഡ് റൈറ്റിംഗ് വെച്ച് ഉഷാറായിട്ട് എഴുതുക. പിന്നെ ചിലർ ചെയ്യുന്നത് ഈ നല്ലോണം കൂട്ടി എഴുതിക്കൊണ്ട് അത് വായിച്ചാൽ മനസ്സിലാക്കാത്ത രൂപത്തിൽ, അങ്ങനെ ടീച്ചേഴ്സിനെ കുഴപ്പിക്കുന്ന രൂപത്തിൽ ഒരിക്കലും എഴുതരുത്. അപ്പോൾ അത് മറ്റുള്ള ആൻസേഴ്സിനെയും ബാധിക്കും അത്. സോ അത് ഒഴിവാക്കുക. എഴുതുന്നത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എഴുതുക എന്നുള്ളത് ഒരു ബോണസ് ടിപ്പാണ്. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ക്വസ്റ്റ്യൻ നമ്പറുകൾ കൃത്യമായിട്ട് ഇടുക എന്നുള്ളതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ടില്ലെങ്കിൽ, ഇപ്പോൾ ഇൻ കേസ് ടീച്ചേഴ്സിന് അത് വാല്യൂ ചെയ്യാൻ അത് നമ്പർ ഇട്ടിട്ടില്ലെങ്കിൽ അത് വാല്യൂ ചെയ്യാൻ പ്രയാസമായിരിക്കും. സോ അതിൻ്റെ മാർക്ക് മിസ്സാവും, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തത് വെറുതെ ആവും. സോ നമ്പർ കറക്റ്റായിട്ട് മാർജിനിൽ ചേർന്നുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് ഇടുക എന്നുള്ളത് ഒരു ബോണസ് ടിപ്പാണ്. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ 10th അതുപോലെ തന്നെ +2 ഫോളോ ചെയ്ത ഒരു രീതി, അതായത് ജസ്റ്റ് പാസ് മാർക്ക് വേണ്ടവരൊക്കെ അവർ ക്വസ്റ്റ്യൻ നമ്പർ, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ അതേപോലെ എഴുതാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ അത് മാക്സിമം ഒഴിവാക്കുക എന്നുള്ളത് ഒരു ബോണസ് ടിപ്പാണ്. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് പാസ് മാർക്ക് വേണ്ടവർക്കും, അതുപോലെ തന്നെ കൂടുതൽ സ്കോർ ചെയ്യാം, ഫുൾ മാർക്ക് അല്ലെങ്കിൽ A+ അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഒക്കെ വേണ്ടവർക്കുള്ള ഒരു ടിപ്പാണ്. നമ്മൾ പാരഗ്രാഫുകളിലാണ് നമ്മൾ അധികവും ഈ ഒരു ബോണസ് പോയിന്റ് കിടക്കുന്നത്, ബോണസ് മാർക്ക് കിടക്കുന്നത്. കാരണം സീലിംഗ് മാക്സിമം ഉള്ളത് ഈ ഒരു പാരഗ്രാഫിനാണ്. സോ കുറച്ച് എഴുതിയാലും, അതായത് കുറച്ച് എഴുതിയിട്ട് നമ്മൾ പിന്നെ പാരഗ്രാഫ് എല്ലാം അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ബോണസ് ടിപ്പ് എന്ന് പറയുന്നത്. എല്ലാ പാരഗ്രാഫുകളും അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളത്. പാരഗ്രാഫിൽ എഴുതുമ്പോൾ നമുക്കൊരു ആശങ്ക ഉണ്ടാവും, സമയം തികയോ എന്നുള്ളത്. സോ കുറച്ച് എഴുതിയിട്ട് നമ്മളൊരു പേജിൻ്റെ 3/4 ഭാഗമോ ഒക്കെ എഴുതിയിട്ട് അവിടെ ജസ്റ്റ് പിന്നെ കുറച്ച് സ്പേസ് വിടുക. ഓക്കെ, കുറച്ച് സ്പേസ് വിടുക. നമുക്ക് അഥവാ സമയമുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു വന്ന് നമുക്ക് എഴുതാൻ കഴിയുന്നതാണ്. സോ അങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യുക. കുറച്ച് സ്പേസ് വിടുന്നത് കൊണ്ട് മാർക്ക് കുറയോ അങ്ങനെ ഒന്നുമില്ല. സോ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ മാത്രം
എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തിരിച്ചു വന്ന് എഴുതാം. അങ്ങനെ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ എസ്സൈസ് നാലെണ്ണത്തിൽ 2 എഴുതാൻ പറയുകയാണെങ്കിൽ നമ്മൾ 2 3 ഒന്നും എഴുതി വെക്കരുത്. അതിന് ഒരു എക്സ്ട്രാ മാർക്ക് ഉണ്ടാവില്ല. സോ അതും ശ്രദ്ധിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. സോ ലീവ് സ്പേസ് ഫോർ പാരഗ്രാഫ്സ് എന്നുള്ളത് ഒരു ബോണസ് ടിപ്പാണ്. എക്സാമുകൾക്ക് നമുക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് റെഡിമെയ്ഡ് ആയിട്ട് പഠിച്ചു പോയാൽ നമുക്ക് പാസ് മാർക്ക് നേടാമായിരുന്നു. പക്ഷേ ഇനിയുള്ള എക്സാമുകൾ FY UGP എക്സാമിനേഷൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് അതിൽ കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് കൂടുതൽ ഉണ്ടായത് കൊണ്ട് തന്നെ പാരഗ്രാഫിലും എസ്സേസും സിലബസ് ഓറിയന്റഡ് ആയിരിക്കും. മറ്റേ കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് എന്നുള്ളത് ഇതുവരെ നമ്മൾ പഠിച്ച ഇംഗ്ലീഷ് ഇതുവരെ പഠിച്ച +2 ഡിഗ്രി തലം വരെയുള്ള ആ ഒരു പ്രാവീണ്യം, നമ്മുടെ പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യുന്ന ഒരു എക്സാം കൂടിയാണ്. സോ നമ്മൾ ഇപ്പോൾ കോംപ്രിഹെൻഷനിൽ വീക്ക് ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ അതിന് അരമണിക്കൂറോ 3/4 മണിക്കൂറോ അതിനു വേണ്ടി ചിലവഴിക്കുക എന്നുള്ളത് നിഷ്ഫലമാണ്. അതുകൊണ്ട് ആ ഒരു ടെൻഡൻസി നിങ്ങൾ ഒഴിവാക്കുക. അത് ലാസ്റ്റ് 15 മിനിറ്റിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നീക്കി വെക്കുക. എന്നിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യന് നമ്മൾ ഒരു പാരഗ്രാഫ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 1 or 2 ലൈൻസ് മാത്രം എഴുതിയാൽ മതി. സോ ഇതാണ് ഈ ഒരു ടിപ്പ് എന്ന് പറയുന്നത്. ഇനി എല്ലാവർക്കും ഈ ഒരു BA BCom BSc എക്സാം എഴുതുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ ആശംസകൾ. എല്ലാവരും നന്നായി എക്സാം എഴുതുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.